മറ്റ് ഗവൺമെന്റ് സർവീസുകളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു ജോലിയാണ് എയർ ട്രാഫിക് കൺട്രോൾ. ഒരു JEATC ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു കൺട്രോളർക്ക് ജോയിന്റ് ജനറൽ മാനേജർ ലെവൽ വരെ അയാളുടെ കരിയർ പ്രോഗ്രഷൻ എഷ്യൂർഡ് ആയിട്ടുണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും സ്ട്രെസ് കൂടിയ ജോലിയാണ് എയർ ട്രാഫിക് കൺട്രോളർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ട് അതോറിറ്റി എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് സ്ട്രെസ് അലവൻസ് കൊടുക്കുന്നുണ്ട്. ഈ സ്ട്രെസ് അലവൻസ് പല ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 25% മുതൽ 100% വരെ സ്ട്രെസ് അലവൻസ്. 100% എന്ന് പറഞ്ഞാൽ 100% റേറ്റിംഗ് അലവൻസ്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ട്രാഫിക് ഡെൻസിറ്റി. അത് ATCക്ക് മാത്രമുള്ള ഒരു പ്രിവിലേജ് ആണ് സ്ട്രെസ് അലവൻസ്. ഞാനൊരു കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ATCയുടെ ട്രെയിനറാണ്. അപ്പം ഞാൻ ഒരുപാട് പെൺകുട്ടികളും ലേഡി കൺട്രോളേഴ്സിനും ട്രെയിനിങ് ചെയ്യാനുള്ള ഒരു അവസരം. ദേ ആർ ഈക്വലി ഗുഡ് ഓർ ബെറ്റർ. സാർ ഇപ്പോൾ ഈ 38 ഇയേഴ്സിന്റെ ഉള്ളിൽ സാറിന്റെ കരിയർ പ്രോഗ്രഷൻ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? എന്റെ കരിയർ പ്രോഗ്രഷൻ ആണ് ഞാൻ പറയേണ്ടത്, അല്ല എയർ ട്രാഫിക് കൺട്രോളിലെ പ്രൊമോഷൻ ആവന്യൂസിനെ കുറിച്ചാണ്. ഓക്കെ, ഞാൻ രണ്ടും കൂട്ടി. ജൂനിയർ എക്സിക്യൂട്ടീവ് ആയിട്ട് ATC ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെ പ്രൊമോഷൻ സാധ്യതകൾ ഉണ്ട്, അത് ഏകദേശം എത്രയൊക്കെ സമയം പിടിക്കും, അയാൾ എവിടെ വരെയൊക്കെ എത്താം എന്നൊന്നും നമുക്ക് പരിശോധിച്ച് നോക്കാം. JEATC ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ, ഇതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് റിക്രൂട്ട്മെന്റ്. ഇപ്പൊ ആ ഒരു ലെവലിൽ മാത്രമേ ഇന്ത്യയിൽ റിക്രൂട്ട് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഏകദേശം ഒരു 5.5 മാസമാണ് ഇനീഷ്യൽ ട്രെയിനിങ്. അത് സിവിൽ ഏവിയേഷൻ ട്രെയിനിങ് കോളേജിലെ ഈ 3 സ്ഥാപനങ്ങളുണ്ട്. അതായത് CATC അലഹബാദ്, സിവിൽ ഏവിയേഷൻ ട്രെയിനിങ് കോളേജ് ഓഫ് ഇന്ത്യ അലഹബാദ്, അല്ലെങ്കിൽ ഗോണ്ടിയയിൽ, അല്ലെങ്കിൽ ഹൈദരാബാദ്. ഈ 3 വർഷം ബേസിക് ട്രെയിനിങ്, അബിനിഷ്യോ ട്രെയിനിങ് പൂർത്തിയാക്കുന്നു. അത് കഴിഞ്ഞാൽ അയാളെ ഏതെങ്കിലും എയർപോർട്ടുകളിൽ പോസ്റ്റ് ചെയ്യുന്നു. അത് ആക്ച്വൽ പോസ്റ്റിംഗ് ആണ്, ആക്ച്വൽ പോസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഈ റിക്രൂട്ട്മെന്റ് ചെയ്തതിന് ശേഷം ഇയാളുടെ പോലീസ് വരും. ഇത് കുറച്ചൊരു സെക്യൂരിറ്റി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് എയർ ട്രാഫിക് കൺട്രോൾ. ഒരു എയർ ട്രാഫിക് കൺട്രോളർക്ക് വിമാനം ഹൈജാക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും വിമാനങ്ങളുടെ രണ്ടും കൂട്ടിയിടിപ്പിക്കാൻ ഇയാളുടെ ഒറ്റ ഇൻസ്ട്രക്ഷൻസ് മതി. 2 വിമാനങ്ങൾ ഒരേ ലെവലിൽ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഒന്നിങ്ങനെ പോവാണ്, ഒന്ന് ലെഫ്റ്റ്, രണ്ടിനെ ഒരു ഡയറക്ഷനിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ 3 നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ 5 നോട്ടിക്കൽ ഈ ഡിസ്റ്റൻസിൽ റോങ് ടേൺ കൊടുത്താൽ 2 വിമാനങ്ങൾ കൂട്ടിയിടിച്ചു. അപ്പൊ ഒരുപാട് സെക്യൂരിറ്റി സെൻസിറ്റീവ് ആയിട്ടുള്ള ജോലിയാണ്. അതുകൊണ്ട് ഇയാളുടെ ഈ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻസ്, പോലീസ് വെരിഫിക്കേഷൻസ് നടത്തിയതിന് ശേഷമാണ് ഇയാളെ ശരിക്കും ATC യൂണിറ്റിൽ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇയാൾ ഇവരെ ട്രെയിനിങ് തുടങ്ങുള്ളൂ. അതുപോലെ തന്നെ ഡ്രഗ് ടെസ്റ്റും ഉണ്ട് അല്ലേ? അത് റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അത് ഇനീഷ്യലി ഇയാള് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഇയാളൊരു എക്സാമിനേഷൻ അണ്ടർഗോൺ ചെയ്യണം. ഒരു ക്ലാസ് 3 മെഡിക്കൽ എക്സാമിനേഷൻ, DGC അപ്രൂവ്ഡ് ആയുള്ള ഒരു എക്സാമിനർ, ഡോക്ടറെ സർട്ടിഫൈഡ് ഡോക്ടർ ഇയാളെ എക്സാം ചെയ്തിട്ട് ഇയാളെ ക്ലാസ് 3 മെഡിക്കൽ ഇയാളെ പാസ്സാകണം. അതിനുശേഷം ഇയാളെ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇയാളെ യഥാർത്ഥത്തിൽ ATC ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡെപ്യൂട്ട് ചെയ്യുള്ളൂ. ഈ സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ ATC ട്രെയിനിങ് സാധാരണ ഒരു ഫ്രഷ് JE ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റേഷൻ. സാധാ 180 hours. അതൊരു പൂർത്തിയാകുന്ന ഒരു 6 മാസം പിടിക്കും, 6 മുതൽ 8 മാസം പിടിക്കും. ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് ഇൻട്രസ്റ്റ് ഈസ് ഗെറ്റിംഗ്, ഹൗ മച്ച് ഓപ്പർച്യൂണിറ്റി, ഇൻസ്ട്രക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ഒക്കെ ഫാക്ടറാണ്. അത് കഴിഞ്ഞാൽ ആ ട്രെയിനിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിന്നെ പരീക്ഷയും പാസ്സായി കഴിഞ്ഞാൽ ബോർഡ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് അയാളെ അസസ് ചെയ്യും. ഇയാൾ ഫിറ്റ് ആണെങ്കിൽ ഇയാൾക്ക് റേറ്റിംഗ് കൊടുക്കും. റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മീൻവെൽ ഇയാളുടെ ആദ്യമുള്ള സ്റ്റുഡന്റ് ലൈസൻസിന് അയാൾ അപ്ലൈ ചെയ്തിട്ടാണ് ഈ പ്രോസസ് തുടങ്ങുക. സ്റ്റുഡന്റ് ATC ലൈസൻസ് കിട്ടും. സ്റ്റുഡന്റ് ATC ലൈസൻസ് കഴിഞ്ഞ് ഈ ട്രെയിനിങ് പൂർത്തിയാക്കി, ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് പൂർത്തിയാക്കി ഇയാൾ എഫിഷ്യന്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇയാളെ റേറ്റിംഗിന് വേണ്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്യാണ്. റെക്കമെൻഡ് ഈ ATC ലൈസൻസ് ഇഷ്യൂ ചെയ്യുക. വിത്ത് ദിസ് ഇനീഷ്യലി ഏത് യൂണിറ്റിലാണ് ഇയാളെ ട്രെയിൻ ചെയ്ത് റേറ്റിംഗ് കിട്ടിയ വിത്ത് എൻഡോഴ്സ്മെന്റ്, അന്ന് മുതലാണ് അയാൾ ഒരു ATCO ആകുന്നത്, എയർ ട്രാഫിക് കൺട്രോളർ ആകുന്നത്. അതുവരെ അയാൾ ഏതെങ്കിലും സർട്ടിഫൈഡ് ആയുള്ള ഒരു ക്വാളിഫൈഡ് ആയ ഇൻസ്ട്രക്ടറുടെ കീഴിലുമാണ്. ഇത് കഴിഞ്ഞാൽ ഇയാൾ JEATC ആയിട്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏകദേശം 3 വർഷം JEATC ആയിട്ട് തുടരും. അതേ ലൊക്കേഷനിൽ ലൊക്കേഷൻ അങ്ങനെയാണെന്നില്ല, ലൊക്കേഷൻ അയാൾ ട്രാൻസ്ഫർ ചെയ്യാം. ഫസ്റ്റത്തെ പോസ്റ്റിംഗ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ചോയ്സ് ഒന്നുമില്ല, നമുക്കൊരു പ്രിഫറൻസ് കൊടുക്കാം. ഇപ്പൊ അവർക്ക് നമ്മുടെ ആ സ്റ്റേഷനിലേക്ക് ഇപ്പൊ കാലിക്കറ്റിലേക്ക് 10 വേക്കൻസി ഉണ്ട്, ഇവിടെ ആകെ 3 പേരെ പ്രിഫറൻസ് കൊടുത്താൽ 3 പേർക്ക് കിട്ടും. അത് സ്വാഭാവികമാണ്. അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ ഇന്റർനാഷണൽ സ്റ്റേഷൻസിൽ മാത്രമാണ് എയർ ട്രാഫിക് കൺട്രോളേഴ്സിന് ഇനീഷ്യൽ പോസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാ സ്റ്റേഷൻസിലും JEസിനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്ങും ലോക്കലാണ്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഒരു 3 വർഷക്കാലം ഈ പോസ്റ്റിൽ തുടരും. അത് കഴിഞ്ഞാൽ ഇയാള് ഈസ് എലിജിബിൾ ഫോർ അസിസ്റ്റന്റ് മാനേജർ. അത് ഓൾമോസ്റ്റ് ടൈം സ്കെയിലാണ്. 3 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് മാനേജർ എയർ ട്രാഫിക് കൺട്രോൾ, അതായത് പ്രൊമോഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം മീൻവൈൽ ആ എയർപോർട്ടിലെ വേറെ ഏതെങ്കിലും റേറ്റിംഗ്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ കോഴിക്കോട് എയർപോർട്ടിനെ സംബന്ധിച്ച് എയർ റോട്ടം കൺട്രോൾ ആൻഡ് അപ്രോച്ച് കൺട്രോൾ കമ്പൈൻഡ് ആയിട്ടുള്ള റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. ഇനി വേറെ ചിലപ്പോൾ ഏരിയ കൺട്രോളുള്ള സ്റ്റേഷൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഇപ്പൊ 2 സ്ട്രീമാണുള്ളത് ട്രെയിനിങ്.
കൺട്രോളർക്ക്. ഒന്നെന്ന് പറഞ്ഞാൽ എയർപോർട്ട് സ്ട്രീം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിൽ കൺട്രോൾ ടവറിലെ റേറ്റിംഗ്, അപ്രോച്ച് കൺട്രോളിലെ റേറ്റിംഗ്, അപ്രോച്ച് റഡാറിലെ റേറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ എൻ റൂട്ട് സ്ട്രീം എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ട്. അവിടെ പറയുന്നത് ഈ ബേസിക് എയറോഡ്രോം കൺട്രോൾ ടവറിലെ റേറ്റിംഗ് എല്ലാവരും എടുക്കണം. അത് കഴിഞ്ഞ് ഏരിയ കൺട്രോൾ റേറ്റിംഗ്, എൻ റൂട്ട് മറ്റേ ഓഷ്യാനിക് കൺട്രോൾ റേറ്റിംഗ്, ഇങ്ങനെയുള്ള കൺട്രോൾ റേറ്റിംഗ്, അതിന്റെ റഡാർ സർവലൻസ് റേറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ട് സ്ട്രീമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മിക്കവാറും ചോയ്സ് ഇല്ല. നമ്മൾ ആ ട്രെയിനിങ് സെന്ററിലുള്ള ഇൻസ്ട്രക്ടർ, അവിടുത്തെ HOD തീരുമാനിക്കും. ട്രെയിനിങ്ങിന്റെ HOD ഇയാൾ ഏത് സ്ട്രീമിലാണ് വേക്കൻസി ഉള്ളത് അവിടെ പോസ്റ്റ് ചെയ്യും. നമുക്ക് ചോയ്സ് കൊടുക്കാം, എനിക്കിത് വേണം, പക്ഷെ അത് ചെയ്യണമെന്നില്ല. രണ്ടും നമ്മൾ വർക്ക് ചെയ്യാൻ ബേസിക് ട്രെയിനിങ് രണ്ടിലും ഉണ്ട്. പിന്നെ ഒരു ഏരിയയിൽ നമ്മൾ റേറ്റിംഗിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഇദ്ദേഹം അസിസ്റ്റന്റ് മാനേജർ ആയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വേക്കൻസിക്ക് അനുസരിച്ചാണ് ഇയാൾ മാനേജർ പ്രൊമോഷൻ വരുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു 5-6 വർഷത്തിനുള്ളിൽ മാനേജർ പ്രൊമോഷൻസ് കിട്ടും. അപ്പൊ അത് ചാൻസസ് കൂടി വരികയാണ്. പോസ്റ്റും നമ്പർ ഓഫ് പോസ്റ്റുകളും ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു 6 വർഷമൊക്കെയാണ് ആവറേജ് ടൈം, 6 to 7 years. മാനേജർ എന്ന് പറഞ്ഞ ഒരു സെലക്ഷൻ പോസ്റ്റ് കൂടിയാണ്. സെലക്ഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ പെർഫോമൻസ് അതിൽ ഒരു ഫാക്ടറാണ്. അപ്പൊ ഇയാൾ ആ മിനിമം പെർഫോമൻസ് ഉണ്ട്, ബെഞ്ച് മാർക്ക്, നമ്മുടെ PMS എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം. അത് വെച്ചിട്ട് ഇയാളെ മിനിമം ബെഞ്ച് മാർക്കിന് മുകളിൽ വരണം. പിന്നെ അതിൽ എക്സലന്റ് ഒക്കെ ആളുകൾ കുറച്ച് പേർക്ക് കുറച്ച് ജമ്പ് കിട്ടിപ്പോകും, കുറച്ച് സീനിയോറിറ്റിയിൽ കുറച്ച് വ്യത്യാസം വരും. അല്ലെങ്കിൽ ഇനീഷ്യൽ റിക്രൂട്ട്മെന്റ് സീനിയോറിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം മാനേജറായിട്ട് അടുത്ത പ്രൊമോഷൻസും വേക്കൻസി ബേസ്ഡ് ആണ്. ആദ്യത്തെ ഫസ്റ്റ് പ്രൊമോഷൻ ടൈം ബേസ്ഡ് ആണ്. പിന്നെ വേക്കൻസി ബേസ്ഡ് ആണ്. അടുത്തും വേക്കൻസി. സീനിയർ മാനേജറിന് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയ റോളാണ് സീനിയർ മാനേജർ ATC, സീനിയർ പണ്ടൊക്കെ സീനിയർ എയറോഡ്രോം ഓഫീസർ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് അത് ഒരു ആവറേജ് ഒരു 7 years 8 years ഒക്കെ പിടിക്കുമായിരിക്കും. അത് കഴിഞ്ഞ നെക്സ്റ്റ് ടൈം സ്കെയിലാണ്. ടൈം സ്കെയിൽ എന്ന് പറഞ്ഞാൽ സീനിയർ മാനേജർ എയർ ട്രാഫിക് കൺട്രോൾ, നെക്സ്റ്റ് അതിന്റെ ലെവൽ കഴിഞ്ഞ അസിസ്റ്റന്റ് ജനറൽ മാനേജർ, കുറച്ചും കൂടി ഹയർ ആണ്. അപ്പൊ അതില് ടൈം സ്കെയിൽ എനിക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് സീനിയർ മാനേജർ ആയിട്ട് 3 years ആണ്. 4 years അസിസ്റ്റന്റ് ജനറൽ മാനേജർ ATC ആണ്. അവിടെയും റോളിന് വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ATC ചെയ്യാന്നുള്ളതാണ്. ഈ പ്രൊമോഷൻസ് കിട്ടും. പിന്നെ ചില അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങളുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിക്കുകയായിരിക്കും, ബിക്കോസ് യു ആർ ഹാവിംഗ് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രൊമോഷൻസ് വീണ്ടും വേക്കൻസി ബേസ്ഡ് ആണ്. ദാറ്റ് ഈസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ. അത് ചിലപ്പോൾ ഒരു ഡിപ്പെൻഡ്സ് അപ്പോൺ അവൈലബിലിറ്റി ഓഫ് വേക്കൻസി 7-8 years ചിലപ്പോൾ പിടിക്കുകയായിരിക്കും. അതൊരു മാനേജ്മെന്റ് കാഡറിലേക്ക് പോകുന്നത്, സീനിയർ പൊസിഷൻസ്. അപ്പൊ അവരാണ് ATCയുടെ ഒക്കെ HOD-മാരാകുന്നത്. DGN ലെവലിലുള്ള ആൾക്കാരാണ്. മേജർ സ്റ്റേഷനിലൊക്കെ HOD ആണ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ. അതൊരു മാനേജ്മെന്റ് കാഡറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ടൈം സ്കെയിലാണ്. ദാറ്റ് ഈസ് DGM വിത്ത് അഗെയിൻ 4 years ആണെന്നുണ്ട്. പീരീഡ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. ദാറ്റ് ഈസ് ജോയിന്റ് ജനറൽ മാനേജർ. ഇറ്റ്സ് എ ടൈം സ്കെയിലാണ്, ജോയിന്റ് ജനറൽ മാനേജർ. പിന്നെ ജോയിന്റ് ജനറൽ മാനേജർ ആയി കഴിഞ്ഞ് പിന്നെ അഗൈൻ ഇതൊരു പിരമിഡൽ സ്ട്രക്ചറാണ്. വേക്കൻസീസ് കുറഞ്ഞാണ് വരിക. പിന്നെ ജനറൽ മാനേജറാണ്. അത് ഇന്ത്യയിൽ മൊത്തം ഒരു 50 പോസ്റ്റുകളാണ് ജനറൽ മാനേജറുടെ ലെവലുള്ളത്. അപ്പൊ നമ്മുടെ സീനിയോറിറ്റി അനുസരിച്ച് പ്ലസ് സ്യൂട്ടബിലിറ്റിയും വേണം. കാരണം ജനറൽ മാനേജർ ഇപ്പോൾ ആകുന്നതിന് ഇന്റർവ്യൂ ഉണ്ട്. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ട് ഇപ്പോൾ സീനിയർ ആയ കുറച്ച് ബഫർ ലെവലുള്ള ആൾക്കാരെയും വിളിക്കും, അഡീഷണൽ കാൻഡിഡേറ്റ്സിനെ വിളിക്കും. എന്നിട്ട് അതിൽ ഏറ്റവും ഫിറ്റസ്റ്റ് ആയ ആള്, സ്മാർട്ട് ആയ ആള് സീനിയോറിറ്റി കം ഇന്റർവ്യൂയിലെ പെർഫോമൻസ് നോക്കിയിട്ടാണ്. ചിലര് GM-ന് അൺഫിറ്റ് ആകുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും GM ആണെന്ന് പറയാൻ പറ്റൂല. പെർഫോമൻസ് ഉള്ള ആളുകളും GM ആയി കഴിഞ്ഞാൽ പിന്നീട് ഒരു നമ്മൾ ഫ്ലാഗ് എൻഡ് ഓഫ് കാരിയറിലാണ് GM ഒക്കെ ആകുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അത് കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഉണ്ട്. അതൊരു 5-8 പോസ്റ്റുകളുണ്ട് എയർ ട്രാഫിക് കൺട്രോളിൽ മാത്രം. പിന്നെ ജനറൽ പോസ്റ്റുകളുണ്ട്, ലൈക്ക് റീജിയണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒക്കെ ആ ലെവലിലുള്ള പോസ്റ്റുകൾ. അത് ആർക്കും അപ്ലൈ ചെയ്യാം. ATCSനും അപ്ലൈ ചെയ്യാം, മറ്റു കേഡറിൽ നിന്നുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ATCയിലെ കേഡറിൽ ഒരു 5-6 പോസ്റ്റുകളുണ്ട് ED ലെവലുള്ള. ED എയർ സ്പേസ് മാനേജ്മെന്റ്, ED ATM എയർ ട്രാഫിക് മാനേജ്മെന്റ്, ED ഏവിയേഷൻ സേഫ്റ്റി, ED ട്രെയിനിങ് ഉണ്ട്. അത് ആണ് മാക്സിമം ഒരാൾക്ക് പോകാൻ. പിന്നെ അതിലും മേലെ പോകണമെങ്കിൽ മെമ്പർ എന്ന് പറഞ്ഞ ഒരു സ്ഥാനമുണ്ട്. മെമ്പർ ATC ഉണ്ട്. മെമ്പർ എന്ന് പറഞ്ഞാൽ ബോർഡ് മെമ്പർ. എയർപോർട്ട് അതോറിറ്റിയുടെ ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡില് ചെയർമാൻ പിന്നെ പ്ലസ് മെമ്പേഴ്സ് ആണ്. മെമ്പേഴ്സ് നോമിനേറ്റഡ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ സെലക്ഷൻ വരുന്ന മെമ്പേഴ്സും ഉണ്ട്. അപ്പൊ മെമ്പർ പുറമേ നിന്നും ആളെ വിളിക്കുക. എയർഫോഴ്സിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്, IAS കേഡറിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്,
അല്ലെങ്കിൽ സിവിൽ സർവീസിൽ നിന്ന് ആൾക്കാർ വരാം. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വളരെ ഫ്യൂ ആൾക്കാർ ഇപ്പോൾ ഞങ്ങളുടെ മെമ്പർ ഓപ്പറേഷൻസ് ഉള്ളത് എയർപോർട്ട് അതോറിറ്റിയിലെ ജനറൽ മാനേജറായിട്ട് ഇങ്ങനെ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് പോയ ആളാണ്. അതും സെലക്ഷൻ പോസ്റ്റാണ്. അപ്പൊ അത്രയും സർവീസുകൾ ബാക്കിയുണ്ടെങ്കിൽ അപ്പോൾ സാധാരണ ഒരു JE ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്ക് അഷ്യൂർഡ് ആയിട്ട് എത്താൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ജോയിന്റ് ജനറൽ മാനേജർ. കാരണം ഞാനൊക്കെ ആ ലെവലിൽ എത്തി. എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ATCയിൽ എനിക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ കേഡറൊക്കെ മാറിയാൽ ചിലപ്പോൾ വീണ്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ ഷിഫ്റ്റുകളെ പറ്റിയിട്ട്, അതായത് ATC ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് വേറെ ഏതൊക്കെ മേഖലകളിലേക്കാണ് പോകുന്നത്? അതായത് ഈ ATC ആയിട്ട് ജോയിൻ ചെയ്ത ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഈ ജോയിന്റ് ജനറൽ മാനേജർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ, നിങ്ങൾക്ക് എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞ കേഡറാണ്. അതൊരു എക്സ് കേഡറാണ്. എക്സ് കേഡർ എന്ന് പറഞ്ഞാൽ എല്ലാ കേഡറിനും അതിലേക്ക് എത്തിയാം. അപ്പൊ ഓരോ ലെവൽ ഓഫ് എയർപോർട്ട്, ഇപ്പൊ കോഴിക്കോട് എയർപോർട്ട് ഡയറക്ടർ ജനറൽ മാനേജർ റാങ്കിലുള്ള എയർപോർട്ട് ഡയറക്ടർ, മൈസൂരിലെ എയർപോർട്ട് ഡയറക്ടർ DGM ലെവലുള്ള അല്ലെങ്കിൽ ജോയിന്റ് GM ലെവലുള്ള എയർപോർട്ട് ഡയറക്ടർ, പല അതുപോലെ സീനിയർ മാനേജർ ലെവലുള്ള എയർപോർട്ട് ഡയറക്ടർ ഉള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ സാധാരണ അതിന്റെ ഒരു റാങ്ക് സെയിം റാങ്കോ അതിന്റെ ഒരു റാങ്ക് താഴെ ഒരു നിശ്ചിത വർഷം എക്സ്പീരിയൻസ്, 5 years എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ അതിന് പരിഗണിക്കും. അതൊരു സെലക്ഷൻ പോസ്റ്റാണ്. അപ്പൊ നിങ്ങൾ അതിന് ഇന്റർവ്യൂവിന് പോയിട്ട് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ATC ആൾക്കാർ എയർപോർട്ട് ഡയറക്ടറായിട്ട് പോകുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എയർപോർട്ട് ഡയറക്ടർ ഒരു 3 year അല്ലെങ്കിൽ 5 year ടെനറിലാണ് കൊടുക്കുക. 3 year + 3 years 6 years ചിലപ്പോൾ. അത് കഴിഞ്ഞ് ഈ ATC ഒരു 6 months നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ റീസൻസി നഷ്ടപ്പെടും. ഈ ഇതിന്റെ പ്രൊഫഷൻസി റീസൻസിയും പോകും, കോമ്പറ്റൻസി പോയി പോകും. അപ്പോ ഈ കോമ്പറ്റൻസി ഈ രണ്ടിനും കൂട്ടി പറയുന്ന ടേമാണ് കോമ്പറ്റൻസി എന്ന് പറയുന്നത്. റീസൻസി പ്ലസ് പ്രൊഫഷൻസി. കോമ്പറ്റൻസി പോയി കഴിഞ്ഞാൽ ഈ ലൈസൻസ് ബിക്കെയിം ഇൻവാലിഡ്. പിന്നെ അത് നിങ്ങൾ ഈ റേറ്റിംഗ്സ് വീണ്ടും ചെയ്യേണ്ടി വരും. ഇത്രയോ മണിക്കൂർ 4 വർഷത്തിന് ശേഷമാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എക്സാമിനേഷൻ ബിഗിനിങ് മുതൽ തുടങ്ങണം. ആദ്യം റിട്ടേൺ എക്സാമിനേഷൻ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് പിന്നെ പ്ലസ് വേറൊരു മോണിറ്ററി ഫാക്ടറും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ ATCയില് അലവൻസസ് ഒക്കെ നല്ല ഹെഫ്റ്റി അലവൻസസ് ആണ്. അപ്പൊ ഇത് പോയി കഴിഞ്ഞ് ഈ അലവൻസസ് ഒക്കെ ലൂസ് ചെയ്യും. എയർപോർട്ട് ഡയറക്ടർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഓൾവേസ് ഓപ്പൺ. ഇപ്പൊ ഒരു JGM വിത്ത് 3 years എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ 5 years എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് എയർപോർട്ട് ഡയറക്ടർ GM ലെവലിലുള്ള എയർപോർട്ട് ഡയറക്ടർ ആകാം. അതുപോലെ GM-നാണെങ്കിൽ ED ലെവലിലുള്ള റീജിയണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോലുള്ള കോമൺ കേഡറിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകാം. അങ്ങനെയുള്ള ലാറ്ററൽ ആയിട്ടുള്ള മൂവ്മെന്റുകളുണ്ട്. പിന്നെ ATCയും സാധാരണ മറ്റു കേഡറിലൊക്കെ ലാറ്ററൽ മൂവ്മെന്റ് ഇപ്പൊ ഫയർ സർവീസ് എന്നൊക്കെ ATCയിലേക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് പയ്യന്മാർ വരുന്നുണ്ട്. കാരണം 25% കോട്ടയുണ്ട്, ഡിപ്പാർട്ട്മെന്റ് കോട്ടയുണ്ട്. അത് അവിടെ എഞ്ചിനീയറിംഗ് അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് ഈ കോട്ടയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻസ് വളരെ കുറവാണ്. അങ്ങനെ കുറെ പേര് വരുന്നുണ്ട്. 25% എന്ന് പറഞ്ഞപ്പോൾ 300 പേരെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 75 വേക്കൻസിയിൽ വരുന്നുണ്ട്. പക്ഷേ അത്ര ക്വാളിഫൈഡ് ആയ ഒരു ബേസിക് ഇത് വേണം, മാക്സിമം. അങ്ങനെയുണ്ട്. പിന്നെ ഇത് കൂടാതെ വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ATCU ആയിട്ട് ഒരു 5 years എക്സ്പീരിയൻസ് ഉണ്ടാക്കിയ ആള്, അതൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് അല്ലെങ്കിൽ സയൻസ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഡയറക്ടർ റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന് പറയുന്നത്. അവിടെ കുറെ പോസ്റ്റുകളുണ്ട്, UPSC അഡ്വർടൈസ് ചെയ്യുന്ന പോസ്റ്റുകളുണ്ട്. അല്ല ചില പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ATC എക്സ്പീരിയൻസ് മാത്രം വേണ്ട പോസ്റ്റുകളുണ്ട്. ലൈക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ലെവലിൽ പോവാം, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. അത് Class 1 ആണ്. നമ്മളെ സിവിൽ സർവീസിലൊക്കെ കയറുന്ന ആ ലെവലിലാണ് കയറുന്നത് ഓപ്പറേഷൻ ഒക്കെ. അതിനെക്കാട്ടി 2 സ്റ്റെപ്പ് പോണ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതൊരു 5 years ATC എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അതിന് എലിജിബിൾ ആണ്. അതിനും ഈ ATCUS നിന്നാണ് അധികം പേർക്ക് സെലക്ഷൻ. അത്ര കോമ്പറ്റീഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിന് പലപ്പോഴും ഇതിനു മുമ്പുള്ള പല ടെസ്റ്റുകളിലൊക്കെ റിട്ടേൺ എക്സാം വരെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താ പറയാ, എന്റെ ക്വാളിഫിക്കേഷൻ കുറച്ചും കൂടി ലിബറൈസ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ള കേട്ടുന്ന ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ റിട്ടേൺ എക്സാം ഒക്കെ അങ്ങനെ വേറെ റെഗുലേറ്ററി അതോറിറ്റിയിൽ പോകാം. പിന്നെ എയർപോർട്ടിൽ പ്രൈവറ്റൈസേഷന്റെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ വേണമെങ്കിൽ അഡാനിയിൽ വേണമെങ്കിൽ എയർ സൈഡ് ഓപ്പറേഷൻസിലേക്ക് പോകാം. കാരണം ATCUS ആകുമ്പോൾ നിങ്ങൾക്ക് എയർ സൈഡ് ചെറിയ എയർപോർട്ടുകളിലൊക്കെ എയർ സൈഡ് ഓപ്പറേഷൻസിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എയർ സൈഡ് ഓപ്പറേഷൻസ്. അപ്പൊ അവിടെ എയർ സൈഡ് ഓപ്പറേഷൻസിൽ സീനിയർ പൊസിഷൻസ് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കരിയർ പ്രോഗ്രഷൻ ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, ജൂനിയർ എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്ന ആള് ഏകദേശം ഒരു 3 വർഷത്തിന് ശേഷം എക്സ്പീരിയൻസ് ശേഷം അയാൾ അസിസ്റ്റന്റ് മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേക്കൻസി ഒരു 6-7 വർഷത്തിനുള്ളിൽ അയാൾ മാനേജർ ATC ആയിട്ട് പ്രൊമോട്ട് ചെയ്യും. പിന്നെ അഗെയിൻ ഒരു 6 വർഷത്തിനുള്ളിൽ അയാൾ സീനിയർ മാനേജർ ATC ലെവലിലേക്ക് പ്രൊമോഷൻ കിട്ടും. പിന്നെയുള്ള ടൈം സ്കെയിലാണ് ഒരു 3 years കഴിയുമ്പോൾ അയാൾ അസിസ്റ്റന്റ് ജനറൽ മാനേജർ എന്ന തസ്തികയിലേക്ക് വരും. പിന്നെ അഗെയിൻ ഡിപ്പെൻസ് അപ്പോൺ ദ വേക്കൻസി യു മേ റീച്ച് ഡെപ്യൂട്ടി ജനറൽ മാനേജർ. അത് ഒരു 5, 6, 7, 8 വർഷം പിടിക്കുകയും പിന്നെ വീണ്ടും ടൈം സ്കെയിലാണ്.
DGയുമായിട്ട് 4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആള് ജോയിന്റ് ജനറൽ മാനേജർ കേഡറിലേക്ക് മാറും. നല്ല 3 വർഷമാണ്. അത് കഴിഞ്ഞ് അഗെയിൻ അദ്ദേഹത്തിന് ജനറൽ മാനേജർ ആയിട്ടുള്ള സെലക്ഷൻ പോകാം, എലിജിബിലിറ്റി ഉണ്ട്. അത് സെലക്ഷൻ പ്രോസസ്സാണ്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. പിന്നെ അഗെയിൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അതൊക്കെ സെലക്ഷൻ പോസ്റ്റുകളാണ്, ഇന്റർവ്യൂ വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നത്, സീനിയോറിറ്റിയുടെ മാത്രം കിട്ടുന്ന പോസ്റ്റുകളല്ല. പിന്നെ മെമ്പർ ലെവൽ വരെ പോകാൻ പറ്റും. ഇതാണ് ഒരു ATCSന് പോകാൻ. പിന്നെ ഇതുകൂടാതെ ഇദ്ദേഹത്തിന് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് എയർപോർട്ട് ഡയറക്ടർ ആകും, സീനിയർ മാനേജർ ഓൺവേർഡ്സ്. ചില എയർപോർട്ട് ഡയറക്ടർ തസ്തിക സീനിയർ മാനേജർ ലെവലുണ്ട്, DGM ലെവലുണ്ട്, ജോയിന്റ് GM ലെവലുണ്ട്, GM ലെവലുണ്ട്. ഇതിലൊക്കെ ലാറ്ററൽ മൂവ്മെന്റ് അദ്ദേഹത്തിന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിലേക്ക് താല്പര്യമുണ്ട്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ ലൈസൻസ് ഈ റീസൻസിയും പ്രൊഫിഷ്യൻസിയും അത് നഷ്ടപ്പെടുന്നതുകൊണ്ട് രണ്ടാമതും അദ്ദേഹം അച്ചീവ് ചെയ്യും. ഇതാണ്. അപ്പൊ തൽക്കാലം മറ്റ് ഗവൺമെന്റ് സർവീസുകളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു ജോലിയാണ് എയർ ട്രാഫിക് കൺട്രോൾ. ഒരുപക്ഷെ അതിന്റെ സാധ്യത ഇപ്പൊ കൂടി വരികയാണ്. പണ്ടൊന്നും ഇത്ര സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഒരു JE ATC ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു കൺട്രോളർക്ക് അറ്റ്ലീസ്റ്റ് ജോയിന്റ് ജനറൽ മാനേജർ ലെവൽ വരെ കരിയർ പ്രോഗ്രഷൻ എഷ്യൂർഡ് ആയിട്ടുണ്ടാവും. ഇനി ഈ പോസ്റ്റിൽ വരുന്ന ബെനിഫിറ്റ്സും പെർക്സും ബാക്കിയുള്ള പോസ്റ്റുകൾ ജോലികളിൽ നിന്നൊക്കെ ഇതിനെ വ്യത്യസ്തമാക്കുന്ന അത് ഒരു ഫാക്ടർ ആണല്ലോ സർ. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക ഒരു ATC ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്ക്? എനിക്ക് ATC ആയിട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന യങ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിനോട് പറയാനുള്ളത്, ദിസ് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് പ്രൊഫഷൻ വൺ ക്യാൻ ഗെറ്റ് ഇൻ ടു എന്ന് പറയാം. കാരണം അത് പ്രൊമോഷന്റെ കാര്യത്തിലായാലും ശരി, നമുക്ക് ട്രെയിനിങ്ങിന്റെ കാര്യത്തിലായാലും ശരി, നല്ല ട്രെയിനിങ്സ്, ഈവൻ ഫോറിൻ ട്രെയിനിങ്സിന് ഒരു അവസരമുണ്ട്. പിന്നെ എൻറോൾമെന്റ്സിന്റെ കാര്യത്തിലായാലും ശരി, ഒരു ജൂനിയർ ATC ആയിട്ട് പ്രവേശിക്കുന്ന ആൾക്ക് ഏകദേശം 1,00,000 രൂപയുടെ മുകളിൽ ശമ്പളമായിട്ട് തന്നെ കിട്ടും. ട്രെയിനിങ്ങിന് ശേഷം ശമ്പളവും അയാൾ റിക്രൂട്ട്മെന്റ് ചെയ്ത അന്ന് മുതൽ ശമ്പളം കിട്ടും. പിന്നെ അതുകൂടാതെ ഈ ശമ്പളം കൂടാതെ കിട്ടുന്നത് സാധാരണ PSUയുടെ നോർമൽ സ്കെയിലാണ്. നമ്മൾ A ഗ്രേഡ് PSU ആണ്. അപ്പോൾ സാധാരണ ഇന്ത്യൻ ഓയിൽ അതുപോലെ ആ ലെവലിലൊക്കെ കിട്ടുന്ന ശമ്പളമാണ് കിട്ടുക. പിന്നെ അതുകൂടാതെ ATCയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എയർ ട്രാഫിക് കൺട്രോൾ അലവൻസുകളാണ്. അപ്പൊ ഇന്നിപ്പോ എല്ലാ റേറ്റിംഗും ഉള്ള ഒരു കൺട്രോളർ ബോംബെ, ഡൽഹി പോലുള്ള ബിസിയസ്റ്റ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ടോട്ടൽ അലവൻസ് എല്ലാ റേറ്റിംഗ് എടുക്കണം. അതൊരു 5-6 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ ട്രെയിനിങ് പൂർത്തിയാക്കണം, സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്, റഡാർ ട്രെയിനിങ്, അതൊക്കെ പൂർത്തിയാക്കണം. അതോടുകൂടി ഇയാൾക്ക് ഏകദേശം ഇന്നത്തെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ 1,00,000 രൂപയോളം നമുക്ക് റേറ്റിംഗ് അലവൻസും സ്ട്രെസ് അലവൻസും. സ്ട്രെസ് അലവൻസ് പറഞ്ഞാൽ റേറ്റിംഗ് അലവൻസിന്റെ 100% ആണ് സ്ട്രെസ് അലവൻസ്. എന്താണ് സാർ അപ്പൊ ഈ സ്ട്രെസ് അലവൻസ് എന്ന് പറയുന്നത്? ഞാൻ ആദ്യം പറഞ്ഞില്ല, ലോകത്തിലെ ഏറ്റവും സ്ട്രെസ് കൂടിയ ജോലിയാണ് എയർ ട്രാഫിക് കൺട്രോളർ. ഇത് എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ഗിൽഡ് പറയുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് പറയുന്നു അല്ല. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ക്ലാസിഫൈ ചെയ്ത ജോബുകളുടെ ആ ഇത് വെച്ചിട്ട് 1ാം നമ്പർ സ്ഥാനം എയർ ട്രാഫിക് കൺട്രോളറിനും ഒക്കെയാണുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ട് അതോറിറ്റി എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് സ്ട്രെസ് അലവൻസ് കൊടുക്കുന്നുണ്ട്. ഈ സ്ട്രെസ് അലവൻസ് നമ്മൾ ഒരു മണിക്കൂറിലുള്ള ഒരു മൂവ്മെന്റ്, എത്ര മൂവ്മെന്റ് അതനുസരിച്ച് പല ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, പല കാറ്റഗറി ആയിട്ട്. അപ്പൊ അതിൽ 25% മുതൽ 100% വരെ സ്ട്രെസ് അലവൻസ്. 100% എന്ന് പറഞ്ഞാൽ 100% റേറ്റിംഗ് അലവൻസ്. സപ്പോസ് യുവർ റേറ്റിംഗ് അലവൻസ് 50,000 ആണ്, എല്ലാ റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ 50,000 റുപ്പീസ് അലവൻസ് കിട്ടുമെങ്കിൽ ഇപ്പൊ ബോംബെ, ഡൽഹി സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഏകദേശം അത്രയും സ്ട്രെസ് അലവൻസ്. കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ 25% ആയിരിക്കും, 50% ഉള്ള സ്റ്റേഷൻസ്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ട്രാഫിക് ഡെൻസിറ്റി. അത് ATCക്ക് മാത്രമുള്ള ഒരു പ്രിവിലേജ് ആണ് സ്ട്രെസ് അലവൻസ്. കാരണം സ്ട്രെസ്ഫുൾ ആണ് ജോലി, അതുകൊണ്ട്. ഓക്കെ സർ. പിന്നെ കേൾക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ, പെൺകുട്ടികൾക്ക് എന്തുമാത്രം ഓപ്പണിംഗ് ആണ് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ജോലി എന്ന് പറയുന്നത്? പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ട് കടന്നു വരാവുന്ന ഒരു ജോലി തന്നെയാണോ ATCയുടെ ജോലി? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പണ്ട് ഞാൻ ജോയിൻ ചെയ്ത ആ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ വളരെ കുറവായിരുന്നു, ലേഡീസ് വളരെ കുറവായിരുന്നു ATCയിൽ. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ വിരലിലെണ്ണാവുന്ന പെൺകുട്ടികളുണ്ട്. ഞങ്ങളുടെ ബാച്ചിൽ തന്നെ കുറച്ച് പേരുണ്ട്. ഞങ്ങളുടെ ബാച്ചിലോട് കൂടിയിട്ടാണ് പെൺകുട്ടികളുടെ എണ്ണം കുറച്ച് കൂടാൻ തുടങ്ങിയത്. ഇപ്പോൾ ATCയിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഞാനൊരു കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ATCയുടെ ട്രെയിനറാണ്. അപ്പൊ ഞാൻ ഒരുപാട് പെൺകുട്ടികളും ലേഡി കൺട്രോളേഴ്സിന് ട്രെയിനിങ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഞാൻ ഒരു ഡിഫറൻസ് കാണുന്നത്, ദേ ആർ ഈക്വലി ഗുഡ് ഓർ ബെറ്റർ. അതായത് പെൺകുട്ടികൾക്ക് പറ്റിയ ജോലിയാണ് എയർ ട്രാഫിക് കൺട്രോൾ. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇന്റലക്ച്വൽ ജോബാണ്. മറ്റു ജോലിന്റെ ഇതിന്റെ നമ്മളൊരു ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് ചെയ്യാണ്, നമ്മൾ ഫയലുകളുമായിട്ട് യുദ്ധം പെട്ടുകയാണ്. കുറെ നമ്മുടെ ഫിനിഷ് വർക്ക് എപ്പോഴും അൺഫിനിഷ്ഡ് ആണ്. ആ സ്ട്രെസ്സും വെച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. പിറ്റേ ദിവസം ഇത്
ഈ ATCയുടെ ജോബ് എന്ന് പറഞ്ഞാൽ ഈ മൈക്ക് അങ്ങോട്ട് ഊരി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത കൺട്രോളറെ ബ്രീഫ് ചെയ്തോടുകൂടി നിങ്ങളുടെ എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞു. പേരും പരിസരത്ത് ഈ ഫയലുകളുടെ വർക്കുകളൊന്നുമില്ല. ഞാൻ പറഞ്ഞ ജൂനിയർ ലെവലിലുള്ള കാര്യമാണ്. സീനിയർ ലെവലാകുമ്പോൾ പല അസൈൻമെന്റ്സ് നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങളുടെ. പക്ഷെ അത്രയും റിലാക്സ്ഡ് ആണ് ഇത് കഴിഞ്ഞ. പിന്നെ ഇതിന് ഈ സ്ട്രെസ് ലെവൽ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ എയർപോർട്ട് അതോറിറ്റിയിലുണ്ട്. അതൊരു റിക്വയർമെന്റ് ആയിട്ട്, സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റ് ആയിട്ട് തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് DGC. നിങ്ങൾ 2 മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ നിങ്ങൾക്ക് ഗ്യാപ്പ് കൊടുക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ വേണ്ട സാധനം, ചില കാര്യങ്ങളുണ്ട്. അവിടെ ജിംനേഷ്യം ഉണ്ടായിരിക്കണം, അവിടെ സ്ട്രെസ് മാനേജ്മെന്റ് ഉള്ള ഇതുണ്ടായിരിക്കണം, ലൈബ്രറീസ് ഉണ്ടായിരിക്കണം, പിന്നെ TVs ഉണ്ടായിരിക്കണം, മ്യൂസിക് ഒക്കെ ഉള്ളത് ഉണ്ടായിരിക്കണം, മസാജ് ചെയർ വരെ ഉണ്ട് ഇപ്പൊ പല എയർപോർട്ടുകളിലും. ഞങ്ങളിപ്പോ കോഴിക്കോട് എയർപോർട്ട് അതിന്റെ പ്രൊക്യൂർമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റിലാക്സ് ചെയ്യാനുള്ള ഇങ്ങനെ എല്ലാ സൗകര്യമുണ്ട്. ജിമ്മുണ്ട്, വർക്ക് പ്ലേസിൽ ജിമ്മുള്ള നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് പ്ലേസിൽ ജിമ്മുണ്ട് എന്ന് പറഞ്ഞാൽ ATCയിലുണ്ട്. ഒരു ദിവസം ATC പോയി കണ്ടുപോകും. അപ്പൊ ഇത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ആകെ ഒരു നെഗറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അതെ, നൈറ്റ് ഡ്യൂട്ടിക്ക് റെസ്റ്റ് എടുക്കാം. 4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള മിക്ക എയർപോർട്ടിലുള്ള സംവിധാനങ്ങളുണ്ട്. അതും ഒരു വിഷയമല്ല. അപ്പൊ പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് പോലെ തന്നെ സൂട്ടബിൾ ആയിട്ടുള്ള ജോലിയാണ്. എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം, എന്റെ ബാച്ച്മേറ്റ്സ് ഉണ്ട്, അവരൊക്കെ ഒരുപാട് പാഷനോട് കൂടി ഇപ്പോൾ പിന്തുടരുന്ന ഒരു ജോലിയാണ് എയർ ട്രാഫിക് കൺട്രോൾ. എനിക്ക് നിസ്സംശയം പറയാം. കാരണം ഞാൻ ഇവരൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആളുകൊണ്ട് അവരുടെ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് പറയാം. ദേ ആർ ആസ് ഗുഡ് ആസ് ബോയ്സ് ഓർ ബെറ്റർ. സർ, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ കുറച്ച് ഹൈലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ജോലിയാന്ന് പറഞ്ഞു. അല്ലാതെ വേറെ എന്തെങ്കിലും നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടോ ഈ ജോലിക്ക്? എല്ലാ ജോലികൾക്കും കുറച്ച് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടാവും. പോസിറ്റീവ് ഫാക്ടേഴ്സ്, നെഗറ്റീവ് ഫാക്ടർ എല്ലാ ജോലികൾക്കും ഉണ്ടാവും. ATCയെ സംബന്ധിച്ച് നെഗറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് സ്ട്രെസ് ഫാക്ടറാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസും ട്രെയിനിങ്ങും ഇതെല്ലാം അത് ഓവർകം ചെയ്യാൻ പറ്റും. ആൻഡ് സ്ട്രെസ് മിറ്റിഗേഷൻ ആയിട്ടുള്ള കുറെ മെഷേഴ്സ് എയർപോർട്ട് അതോറിറ്റിയിലും എയർ ട്രാഫിക് കൺട്രോൾ മേഖലയിലും ഉണ്ട്. അത് സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റിന്റെ പാർട്ടായിട്ടാണ്. വേറൊരു കാര്യം പറഞ്ഞാൽ ഈ പ്രൊഫഷൻ റിക്വയർസ് എ ലൈഫ് ലോങ് ലേണിംഗ്. ആ ഒരു ഇത് വേണം, വില്ലിങ്നെസ്. അതെ, നമ്മള് എപ്പോഴും ഇപ്പൊ എന്റെ റഡാർ കൺട്രോൾ ട്രെയിനിങ് ഞാൻ ചെയ്യുന്നത് 42 വയസ്സിലാണ്, 40 വയസ്സിലാണ്. ആ സമയത്ത് നമ്മൾ ഈ റിക്വയർമെന്റ് ഇതാണ് 80% മാർക്ക് വാങ്ങി പാസ്സാകണം. അതുപോലെ നമ്മൾ ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ ആയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മൾ റിക്കലക്ട് ചെയ്തു, അത് വീണ്ടും പഠിച്ചിട്ട് അവിടുത്തെ റേറ്റിംഗ് ഒക്കെ വരികയാണ്. അതിന് ഈ റിട്ടേൺ എക്സാം. അപ്പൊ ലൈഫ് ലോങ് പരീക്ഷയും പഠനവും അത് ഇതിന്റെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പിന്നെ ഈ നൈറ്റ് ഡ്യൂട്ടിയുടെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. ചിലർക്ക് നൈറ്റ് ഡ്യൂട്ടി പറ്റാതെ ATC ജനറൽ ഡ്യൂട്ടിക്ക് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ റേറ്റിംഗ് നിങ്ങൾ ആസ് എ കൺട്രോളർ യു ഹാവ് ടു വർക്ക് ഡേ ആൻഡ് നൈറ്റ് 24 hours ഷിഫ്റ്റിൽ വർക്ക് ചെയ്യണം. മറ്റേന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ്, നിങ്ങൾക്ക് ലൈസൻസ് വേണ്ട, കൺട്രോൾ വേണ്ട, മറ്റേ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്ക് ഒരുപാട് ചാൻസസ് ഉണ്ട്, ഒരു ഓപ്ഷനിറ്റി ഉണ്ട്. അപ്പോൾ അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ലൈഫ് ലോങ് ലേണിംഗ്, പിന്നെ സ്റ്റാൻഡേർഡ്സ് ആർ ക്വൈറ്റ് ഹൈ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഉള്ളത്. പിന്നെ മെഡിക്കൽ, നിങ്ങൾ എന്ന് മെഡിക്കലി അൺഫിറ്റ് ആകുന്നു അന്ന് നിങ്ങളുടെ ലൈസൻസ്, മെഡിക്കൽ ഫിറ്റ്നസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ ചെറിയ യങ്സ്റ്റേഴ്സ് ആണ് ജോയിൻ ടൈമിൽ once in 4 years ആണ്. ആഫ്റ്റർ 50 every year ആണ്. എനിക്കൊന്ന് 40 + 50 once in 2 years ആണ്. കറക്റ്റ് പീരീഡിൽ ചിലപ്പോൾ വ്യത്യാസമാണ് ഞാൻ പറയുന്നതിൽ, പക്ഷെ അങ്ങനെ ഒരു പറയണ്ടേ. അപ്പോ എല്ലാ വർഷവും നിങ്ങൾ ഈ ക്ലാസ് 3 മെഡിക്കൽ ചെയ്യേണ്ടിവരും. അപ്പൊ ഈ പ്രഷർ, ഷുഗർ, കണ്ണിന്റെ കാഴ്ച, കേൾവി, പിന്നെ നമ്മുടെ പാരാമീറ്റേഴ്സ് ഇതെല്ലാം വിത്തിൻ നോർമൽ റേഞ്ചിലായിരിക്കണം. അപ്പൊ അത് മെഡിക്കേഷൻ അലൗഡ് ആണ്. പ്രഷറുള്ള ഷുഗറുള്ള ആളുകളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് മെഡിക്കേറ്റ് ചില മെഡിക്കേഷൻസ് ബാൻഡ് ആണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. അത് ഉണ്ട്. അതുപോലെ തന്നെ ഇത് കൂടാതെ നമ്മൾ ഡെയിലി ഇപ്പൊ ഡ്രിങ്കിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഐ വിൽ നെവർ സജസ്റ്റ് ജോയിൻ ഇൻ ATC. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ രാവിലെയും നിങ്ങൾ ഈ BA ബ്രീത്തിങ് അനലൈസർ ടെസ്റ്റ് നടത്തിയിട്ടാണ് ജോലിക്ക് റാൻഡം ആയിട്ടും ടെസ്റ്റ് ചെയ്യുക എനി ടൈം. അതുപോലെ ഈ സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനത്തെ ഹാബിറ്റ്സുകളൊന്നും പാടില്ല. അത് ടെസ്റ്റ് ഒരിക്കൽ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ റീഹാബിലിറ്റേഷൻ മറ്റേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും ATCക്ക് അനുയോജ്യമായ ഘടകങ്ങളല്ല. അപ്പൊ യു ഷുഡ് ബി ഹെൽത്തി, യു ഷുഡ് ബി മെന്റൽ ഹെൽത്ത് നല്ല ഇതായിരിക്കണം കറക്റ്റ് ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. പ്ലസ് എന്താ പറയാ, നിങ്ങൾ എപ്പോഴും അക്കാഡമിക് ഓറിയന്റഡ് ആയിരിക്കും. അത്ര കാര്യം ഈ ഫാക്ടറാണ് നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതെനിക്ക് വൺസ് നിങ്ങൾ പാഷൻ, ATC ഒരു പാഷനോടുകൂടി പിന്തുടരുന്ന ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ ഒരുപാട് ആൾക്കാരെ ട്രെയിൻ ചെയ്തതാണ്. ഞാൻ ഇന്ത്യയിൽ ട്രെയിൻ ചെയ്ത പല കൺട്രോളർമാരും ഇന്ത്യയിൽ പല എയർപോർട്ടുകളിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഐ ക്യാൻ പ്രൗഡ്ലി സേ ഏതെങ്കിലും ഒരേ സമയത്ത് ഞാൻ ട്രെയിൻ ചെയ്ത കഴിഞ്ഞ 20 വർഷത്തോളം ഞാൻ ട്രെയിൻ ചെയ്ത ഒരു കൺട്രോളറെങ്കിലും ഒരു വിമാനത്തെ ഇന്ത്യയിൽ എവിടെയെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടാവും. അപ്പൊ അത്ര പ്രൗഡോടുകൂടി ഞാൻ സംസാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ നെഗറ്റീവ് ഫാക്ടർ അത്ര ഇതായിട്ട് കാണേണ്ട കാര്യമില്ല. എല്ലാ ജോലിക്കും നെഗറ്റീവ് ഫാക്ടർ ഉണ്ട്.
പക്ഷെ ആ പാഷൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ATC വിട്ട് വേറൊരു ജോലിയിലേക്കും പോകാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പല കൺട്രോളേഴ്സും അങ്ങനെയാണ്. ഈവൻ എയർപോർട്ട് ഡയറക്ടറായിട്ട് പോലും ആളുകൾ അപ്ലൈ ചെയ്യുന്നില്ല. ATC വിടാനുള്ള ഒരു അത്രയും പാഷനോട് കൂടി ഇതാണ്, അത്രയും ത്രില്ലാണ് ATC. അങ്ങനെ എന്താ പറയാ, അങ്ങനെയുള്ള ആളുകൾക്ക് ആ ത്രില്ലെടുക്കാനും അക്കാഡമിക്കായി ഓറിയന്റഡ് ആയി നിൽക്കാനും ഹെൽത്ത് കോൺഷ്യസ് ഉള്ള ആളുകൾക്കും ATC ഒരിക്കലും വിടാൻ പറ്റില്ല. അവർക്ക് സ്കൈ ആണ് ലിമിറ്റ്. അപ്പോൾ നമുക്ക് ഏകദേശം കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന നമ്മുടെ ATCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, എക്സാം ഉടനെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റുഡൻസിനോട്, ആസ്പിറൻസിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ജോലികൾ, മികച്ച പൊതുമേഖലയിലുള്ള മികച്ച ജോലികളിൽ ഒന്നാണ് എയർ ട്രാഫിക് കൺട്രോൾ എന്ന് ഞാൻ ഒരു ശങ്കയില്ലാത്ത വിധത്തിൽ പറയാം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ആ ജോലിയുടെ ആ യുണീക്നെസ്. ഇതേപോലത്തെ എയർ ട്രാഫിക് കൺട്രോൾ ജോലി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ യുണീക്ക് പ്രൊഫഷൻ. വേൾഡിലെ വെറും 50,000 ആൾക്കാർ മാത്രം ചെയ്യുന്ന ജോലിയാണ്. ഇന്ത്യയിൽ ഇപ്പൊ 2,800ഓളം ആൾക്കാർ ചെയ്യുന്ന ജോലിയാണ്. ഈ ജോലി വേറൊരു പ്രൊഫഷനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതൊരു യുണീക്ക് പ്രൊഫഷനായിട്ടാണ് വരിക. അതുപോലെ തന്നെ നമ്മളുടെ ജോലിയുടെ ഭൗതിക സാഹചര്യങ്ങൾ എടുക്കുകയാണ്. നമുക്ക് കിട്ടുന്ന ഓഫീസസ്, അവിടെയുള്ള നമ്മൾക്ക് കിട്ടുന്ന എന്താ പറയുക, നമ്മളെ കിട്ടുന്ന കൺസിഡറേഷൻസ്, നമുക്ക് കിട്ടുന്ന റെസ്പെക്ട്. ഒരുപക്ഷെ ഞാനൊരു എയർ ട്രാഫിക് കൺട്രോളർ ആയതുകൊണ്ടായിരിക്കും നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാക്കുക. അതുപോലെ നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ ATC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ റെസ്പെക്ട്, അറിയുന്ന ആളുകൾക്ക് അറിയാം, ഒരു സ്പെഷ്യൽ റെസ്പെക്ട് ആണ്. ഇറ്റ് കമാൻഡ്സ് ലോട്ട് ഓഫ് റെസ്പെക്ട് ആൻഡ് പ്ലെന്റി ഓഫ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗുഡ് എമോൾമെന്റ്സ് വെൻ കമ്പയർഡ് ടു അതർ ഇത്. അപ്പോൾ പിന്നെ ഇറ്റ്സ് എന്താ പറയുക, ഒരു ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. പക്ഷെ അതുപോലെ ബെനിഫിറ്റ്സ് ദാറ്റ് ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്, ശമ്പളവും അലവൻസുകളും മാത്രമല്ല. എയർപോർട്ട് അതോറിറ്റി എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് മാത്രമല്ല, പല പെർക്സുകളുണ്ട്. നിങ്ങൾക്ക് ഫോറിൻ ട്രെയിനിങ്ങിനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു, നിങ്ങൾക്ക് മെഡിക്കൽ ബെനിഫിറ്റ്സ് കൊടുക്കുന്നു, റിട്ടയർമെന്റിന് ശേഷവും മെഡിക്കൽ ബെനിഫിറ്റ്സ് കിട്ടുന്നു. പിന്നെ നിങ്ങൾക്ക് ടൂറും മറ്റൊക്കെ പോകുമ്പോൾ അതിനുള്ള നല്ല ഡീസന്റ് ഹോട്ടലിൽ താമസിക്കാൻ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് ചെയ്യുന്നു. ഫ്ലൈറ്റ് ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നു. നിങ്ങൾ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് മാനേജർ ഓൺവേഴ്സ് ഫ്ലൈറ്റ്. അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു ഇന്ത്യയിൽ കിട്ടാവുന്ന മികച്ച ജോലികളിലൊന്ന് ATC ആണ്. അത് പെണ്ണുങ്ങൾക്കും ആൺകുട്ടികൾക്കും ഒരേപോലെ സ്യൂട്ടബിൾ ആണ്. അതുകൊണ്ട് ഐ ക്യാൻ പ്രൗഡ്ലി സേ, ഹാവിംഗ് put 38 years of service in this department as air traffic control, I can categorically say that it is one of the finest profession one can get into. Okay, thank you sir. അപ്പോൾ ഇത്രയും നേരം സാർ നമ്മുടെ കൂടെ സാറിന്റെ വാല്യുബിൾ ടൈം സ്പെൻഡ് ചെയ്തു. നമുക്ക് ജസ്റ്റ് വായിച്ചറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതലും ഒരു ഇൻസൈഡർ നോളജ്, അവിടെ ആക്ച്വലി ജോലി ചെയ്തിരിക്കുന്ന ഒരാളുടെ എക്സ്പീരിയൻസ് മുഴുവൻ നമുക്ക് കുറേ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റി. സോ താങ്ക് യു സോ മച്ച് സർ ഫ്രം എൻട്രി. ഞങ്ങളുടെ കൂടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം പറഞ്ഞതിനും ഞങ്ങൾക്ക് ഇത്രയും ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ശില്പ. ഇറ്റ്സ് എ ഗുഡ് ഇന്ററാക്ഷൻ. അടുത്ത് വരാൻ പോകുന്ന ATCOസിന്റെ എന്താ പറയുക, അവരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി എൻ്റെ ഈ ഇന്റർവ്യൂ പ്രയോജനപ്രദമാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി കൂടിയായിരിക്കും. അതുകൊണ്ട് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ.